ടി ജെ നന്ദകുമാർ കൂടി നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ നന്ദകുമാർ, പ്രൊഫസർ പി ജെ കുര്യൻ പറയുന്നു താങ്കൾ പണം തിരികെ വാങ്ങിത്തരണം എന്നാവശ്യപ്പെട്ട് അദ്ദേഹത്തെ സമീപിച്ചിരുന്നു എന്ന്. പക്ഷേ അദ്ദേഹം അതിൽ ഇടപെടുകയും ചെയ്തു. പക്ഷേ അനിൽ ആൻ്റണിയോടാണോ അക്കാര്യം ആവശ്യപ്പെട്ടത്, അതോ എ കെ ആൻ്റണിയോടാണോ ആവശ്യപ്പെട്ടത് എന്ന കാര്യം ഓർമ്മയില്ല. മാത്രമല്ല 25 ലക്ഷം രൂപ എന്ന തുക താങ്കൾ പറഞ്ഞതായും അദ്ദേഹം ഓർക്കുന്നില്ല. അത് ചിലപ്പോൾ അദ്ദേഹത്തിന്റെ വാർദ്ധക്യം കൊണ്ടുള്ള ഓർമ്മക്കുറവാണ്. അദ്ദേഹം എന്റെ മുമ്പിലിരുന്ന് അനിൽ ആന്റണിയെ വിളിച്ച് സംസാരിച്ചു. അനിൽ ആന്റണി സമ്മതിച്ചു. അനിൽ ആന്റണി അദ്ദേഹത്തോട് പറഞ്ഞ് എനിക്ക് കർണാടക അന്നത്തെ ആഭ്യന്തരമന്ത്രി ജോർജിൽ നിന്ന് കുറച്ച് പൈസ കിട്ടാൻ എന്ന് വെച്ചിട്ടുണ്ട്, അത് കിട്ടി ഞാൻ സെറ്റിൽ ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ പിരിഞ്ഞു. സെറ്റിൽമെന്റ് നടന്നില്ല. വി.ടി. തോമസിന് ഇടപെട്ടു. സെറ്റിൽമെന്റ് നടന്നു. എന്റെ പണം കിട്ടി. ചിലപ്പോൾ കാലങ്ങൾ കഴിഞ്ഞോട്ട് പി ജെ കുര്യൻ അദ്ദേഹം പ്രായമായിട്ടുണ്ട്, അദ്ദേഹത്തിന് ചിലപ്പോൾ ഓർമ്മക്കുറവുണ്ട്. എമൗണ്ടും പറഞ്ഞു, കാര്യം മാത്രം ഞാൻ പറഞ്ഞില്ല. എന്റെ കയ്യിൽ നിന്ന് 25 ലക്ഷം രൂപ വാങ്ങി, അത് തിരിച്ചു വാങ്ങി തന്നെ. ഇത് മാത്രമേ ഞാൻ പറഞ്ഞോളൂ. കാര്യം താങ്കൾ പറഞ്ഞില്ല. ഞാൻ എന്തിനാ പറയേണ്ട പി ജെ കുര്യൻ? എനിക്ക് പണം കിട്ടാണ്ടല്ലോ, കാര്യം നടന്നില്ലല്ലോ. നടക്കാത്ത കാര്യത്തിനല്ലേ ഇനി CBI സ്റ്റാൻഡിംഗ് കൗൺസിൽ. അല്ല, കാര്യം പറഞ്ഞില്ലെങ്കിലും അതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, എ കെ ആന്റണി എന്ന് പറയുന്നത് വേറൊരാളല്ല പി ജെ കുര്യനെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിൻ്റെ നേതാവാണ്. മാത്രമല്ല ആ ഗ്രൂപ്പിൽ പി ജെ കുര്യൻ തുടരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അതിലെ അഴിമതി രാഹിത്യവും കാര്യങ്ങളൊക്കെ കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു നേതാവിൻ്റെ മകൻ പൈസ വാങ്ങി എന്ന് താങ്കൾ പറയുകയാണെങ്കിൽ എന്ത് പൈസ, ഏത് പൈസ എന്ന് ചോദിക്കുമല്ലോ സ്വാഭാവികം. ഞാൻ എന്തിനാ സബ്ജക്റ്റിലേക്ക് പോണത്? എന്റെ മുമ്പിൽ ഇരുന്ന് ഞാൻ വിഷയം പറഞ്ഞ് അദ്ദേഹം വിളിച്ചപ്പോൾ അനിൽ ആന്റണി എഗ്രി ചെയ്തല്ലോ കുറക്കാനുണ്ടെന്ന്. പിന്നെ ഞാൻ എന്തിനാ സബ്ജക്റ്റുമായിട്ട് പോണത്? പിന്നെ നിഷേധിച്ചാലേ എനിക്ക് കാര്യം പറയേണ്ടേ ഉള്ളൂ. ഇപ്പൊ അനിൽ ആന്റണി നിഷേധിച്ചുകൊണ്ടല്ലോ നിങ്ങൾ പി ജെ കുര്യന്റെ അടുത്ത് പോയത്. അങ്ങനെ സമ്മതിച്ചില്ലേ ഇടപെട്ടെന്ന്? എന്നെ അറിയില്ലെന്ന് പറഞ്ഞില്ലല്ലോ, അങ്ങനെ ഒരു ഡീലില്ലെന്ന് പറഞ്ഞില്ലല്ലോ. നമ്മൾ എന്തിനാ ബാക്കി കാര്യങ്ങളിലേക്ക് പോണ? എനിക്ക് പണം തരാനുണ്ടായിരുന്നോ? എന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയോ? വാങ്ങി. പണം തരാനുണ്ട്, മനസ്സിലായില്ലേ? ആ പണം എനിക്ക് തിരിച്ചു തന്നു. ഞാൻ പറഞ്ഞത് ഇന്ന കാര്യത്തിന് മേടിച്ച് ഇയാൾ മാന്യനല്ല, ഇയാൾക്ക് ക്രെഡിബിലിറ്റി ഇല്ലെന്നേ പറഞ്ഞിട്ടുള്ളൂ ഇതുവരെ. അല്ലാണ്ട് എനിക്ക് ഇയാളെ BJP-യോടുള്ള എതിർപ്പോ ഇന്ത്യയോട് എതിർപ്പൊന്നുമല്ല. ഇയാളെ പോലത്തെ ആളുകളെ, ക്രെഡിബിലിറ്റി ഇല്ലാത്ത ആളുകളാണ് മറ്റ് രാജ്യകാര്യങ്ങളെ കുറിച്ച് പറയണം, നിയോജകമണ്ഡലത്തെ നന്നാക്കുന്നത്. അത് മാത്രം എസ്റ്റാബ്ലിഷ് ചെയ്യാനാണ് ഞാൻ ഈ വിവരം പറഞ്ഞത്. അല്ലാണ്ട് എനിക്കുള്ള പാർട്ടി കാര്യങ്ങളൊന്നും ഒരു താല്പര്യമില്ല. ഇതിപ്പോൾ NDA ഏറ്റെടുത്തിട്ടുണ്ട്. അവർ പറയുന്നത് ഈ ആന്റണിയുടെ സോക്കോൾഡ് രാജ്യവിരുദ്ധ പ്രസ്താവന ഉണ്ടല്ലോ, ആ രാജ്യവിരുദ്ധ പ്രസ്താവനയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയാണ് താങ്കൾ ഇറക്കിയിരിക്കുന്നതെന്നാണ്. എനിക്ക് ആന്റോണിനെ അറിയവും കൂടിയില്ല. പിന്നെ എങ്ങനെ വ്യക്തിപരമായിട്ട് അറിയണ്ടേ? എനിക്കെന്താ ആന്റോണിനോട് താല്പര്യം? മനുഷ്യനോട് പോലും വിമാനത്തിൽ പോലും കണ്ടാണ്ട് മുന്നിൽ വീർപ്പിച്ചു പോകണം ആന്റോണിനോട് എനിക്കെന്ത് താല്പര്യം? ഞാൻ ഇന്നവരെ അങ്ങോട്ട് സംസാരിച്ചിട്ട് പോലുമില്ല. അവിടെ തോമസ് ഐസക്കുമായിട്ട് എനിക്കൊരു ബന്ധമില്ല. ഞാൻ അനിൽ ആന്റണിയെ കുറിച്ച്, ഞാൻ വേറൊരു ആളെ കുറിച്ച് പറയാൻ പോണ്ടല്ലോ. അവരെൻ്റെ 10 ലക്ഷം രൂപ ഭൂമി തരാനും മേടിച്ചില്ല. എന്താണ് അത്? രാജ്യദ്രോഹമാണ്. BJP-യുടെ വേറൊരു കാൻഡിഡേറ്റ്, ഒരു ടെറർ കാൻഡിഡേറ്റ്, അത് രാജ്യദ്രോഹമാണ്. അതായത് BJP-യുടെ ഒരു ടെറർ സ്ഥാനാർത്ഥി അവരുടെ ഒരു ഭൂമി എനിക്ക് തരാമെന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് 10 ലക്ഷം മേടിച്ചിട്ട് എന്നെ കറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ ഭൂമി വാങ്ങാൻ ചെന്നപ്പോൾ എന്നെ പോലെ തന്നെ വേറെ 2 പേർക്കൂടെ പണം മേടിച്ച് കരാർ എഴുതിയേക്കാണ്. അത് ഞാൻ വെളിപ്പെടുത്താൻ പോണെയാണ്. അത് രാജ്യദ്രോഹമാണ്. ഈ തീക്കട്ടയിൽ ഉറുമ്പരിക്കോ നന്ദകുമാർ? അതൊന്നും എനിക്കറിയില്ല. തീക്കട്ടയിൽ ഉറുമ്പരിക്കുമെന്ന് എൻ്റെ വിഷയമല്ല. ഞാൻ പറയുന്നത് യാഥാർത്ഥ്യമാണ്. ആ തീപ്പൊരി നേതാവ് ഡൽഹിയിൽ പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഹോം മിനിസ്റ്ററും വെച്ച് ഏത് പോസ്റ്റും ആർക്കും മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞ് നടന്ന ആളാണ്. അത് മൂന്നും കിട്ടൂല റിസർവ്ഡ് ആയതുകൊണ്ട്. തീക്കട്ടയിലൊന്നും ഉറുമ്പറക്കില്ല. ഞാൻ ചോദിക്കാനുള്ള കാരണം വെച്ചാൽ താങ്കളെയൊക്കെ ഒരാൾ പറ്റിക്കണമെങ്കിൽ എന്തായിരിക്കും ആ ലെവൽ എന്നാണ് ഞാൻ ചോദിക്കട്ടെ. പറ്റിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒരാള് ആധികാരികതയുള്ള ഒരാള് വാങ്ങി ആ കാലഘട്ടത്തിൽ പണം ബാങ്കുകളിൽ നിന്ന് എടുക്കാൻ ഇന്നത്തെ പോലെ പ്രയാസമില്ല. ഞാൻ ബാങ്കിൽ നിന്ന് എടുത്ത പൈസയാണ്. അതല്ലേ ഞാൻ ഇത്ര വെല്ലുവിളിച്ച് പറയണത്. എനിക്ക് എന്റെ ഞാൻ 8 തൊട്ട് ഇൻകം ടാക്സ് അടച്ചു വന്ന ആളാണ്. എന്റെ റിട്ടേൺസ് എടുത്ത് പരിശോധിച്ചാൽ കിട്ടൂതല്ല. മനസ്സിലായില്ലേ? ഞാനൊരു കൊട്ടേഷൻ. എനിക്ക് എന്ത് കൊട്ടേഷൻ? എനിക്ക് ആരോട് കൊട്ടേഷൻ? ഞാൻ എന്ത് കൊട്ടേഷൻ? ഞാൻ ഇതിന്റെ കൊട്ടേഷൻ എടുക്കണം ആർക്ക് വേണ്ടി? അതിരിക്കട്ടെ, നമുക്ക് എ കെ ആന്റണിയുടെ വീട്ടിൽ അതിന്റെ ഡീറ്റെയിൽ എന്താണ് ശ്രീ നന്ദകുമാർ? അതായത് എ കെ ആന്റണിയുടെ വീട്ടിലെത്തുന്ന പ്രതിരോധ ഫയൽ പ്രതിരോധ ഫയല് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വിൽറ്റിട്ടുണ്ട് അനിൽ ആന്റണി എങ്കിൽ അത് ഇവിടെ നിൽക്കുന്ന കേസ് അല്ലല്ലോ. അല്ലെങ്കിൽ അന്വേഷിക്കട്ടെന്ന് അയാൾ നിഷേധിക്കട്ടെ. അയാൾ ഇന്ന് എന്റെ ക്രെഡിബിലിറ്റി അല്ലാതെ ഈ പറഞ്ഞതിനൊന്നും നിഷേധിക്കുന്ന ഒരു ഉത്തരം പറഞ്ഞു. ഞാൻ കൊള്ളരുതാത്തവനാണെന്നും മോശക്കാരനൊന്നും അല്ലാതെ എനിക്ക് ക്രെഡിബിലിറ്റി ഇല്ല. അതുകൊണ്ടാണല്ലോ ഞാൻ ഇയാളുമായിട്ട് ബന്ധപ്പെട്ടത്. ക്രെഡിബിലിറ്റി ഇല്ലാത്ത എന്നെ ഇയാളെന്ന് ബന്ധം സ്ഥാപിച്ച്. ഇന്ന് അദ്ദേഹം പറഞ്ഞ മറ്റൊരു മറുപടി, അങ്ങേരുടെ ഫോൺ ബ്ലോക്ക് ചെയ്ത്. ശരിയാ, ഞാൻ പണം പോയിച്ചപ്പോൾ അങ്ങനെ ഫോൺ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു. അല്ല, ഈ പ്രതിരോധ ഡോക്യുമെന്റിന്റെ ഫോട്ടോസ്റ്റാറ്റിനെ കുറിച്ച്, ഇതേക്കുറിച്ച് താങ്കൾക്ക് കൂടുതൽ ഞാൻ ചോദിക്കട്ടെ? ഒരു ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ അങ്ങേരുടെ പിതാവാണ് മന്ത്രി.
അങ്ങേർക്ക് വീട്ടിൽ കിട്ടുന്ന സ്വാതന്ത്ര്യം എനിക്ക് നിങ്ങൾക്കും കിട്ടൂല. മനസ്സിലായില്ലേ? ഉം. 2, ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ ഫോട്ടോസ്റ്റാറ്റ് മെഷീനിൽ കൊണ്ടുപോകണ്ട, മൊബൈലിൽ എടുത്തിട്ട് കോപ്പി എടുക്കാം. ഇത്ര അത്യാധുനിക കാലഘട്ടങ്ങളാണ്. പ്രിന്റ് എടുക്കാനൊന്നും ഒരു പ്രയാസമില്ല. അല്ലാണ്ട് എല്ലാവരും A4 പേപ്പർ മെഷീനിൽ കൊണ്ട് വെച്ച് ഫയൽ കൊണ്ടാണ് ഇപ്പൊ ഫോട്ടോസ്റ്റാറ്റ് അല്ല എടുത്തോണ്ടിരിക്കുന്നത്. അല്ല അല്ല ഞാൻ ചോദിക്കുന്നത് എത്രയേ ഉള്ളൂ. അതായത് ഈ പ്രതിരോധ ഫയൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏതൊക്കെ തരത്തിലുള്ള ഫയലുകളാണ്? അതൊന്നും എനിക്കറിയില്ല. ആകെ അയക്കേണ്ട കാലത്ത് ഒരു പ്രതിരോധ ഡീലെ കൺക്ലൂഡ് ചെയ്തുള്ള അഗസ്റ്റ വെസ്റ്റ്ലാൻഡ്, ബാക്കിയൊന്നും ഡീൽ ചെയ്തിട്ടില്ല. പലരും ചുറ്റിക്കറങ്ങി നടക്കണ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അതിന്റെയൊക്കെ ഭാഗം വരുന്നു. ഇങ്ങേര് മോശക്കാരനല്ലാത്തൊരു സിൻഡിക്കറ്റായിരുന്നു. മനസ്സിലായില്ലേ? എന്നെ പരിചയപ്പെടുത്തിയത് ഓർഡിനറി ആളല്ല, CBC ആയിട്ട് സാക്കി ചെയ്ത PJ തോമസ് ആണ്. അല്ല, സീനിയർ IAS ഓഫീസറായിരുന്നു ഡൽഹിയിലും കേരളത്തിലും. കേരളത്തിൽ ചീഫ് സെക്രട്ടറിയും ഡൽഹിയിൽ കമ്മ്യൂണിക്കേഷൻ സെക്രട്ടറി, ആഫ്റ്റർ UPയിൽ CBC. മനസ്സിലായ? ഓർഡിനറി ഇൻട്രൊഡക്ഷനല്ല ഞാൻ അനിലിനെ കണ്ടത്. അല്ല, ഏകേന്ദ്ര മാനെന്ന നിലയ്ക്കൊന്നും അല്ല. CVC സ്ഥാനത്ത് നിന്ന് സുപ്രീം കോടതി വിധിയെ തുടർന്ന് അദ്ദേഹത്തിന്റെ സ്ഥാനം തീർച്ചയായും ശേഷം അങ്ങേര് ഫിക്സിങ് തുടങ്ങി. കാരണം ഒരുപാട് ബന്ധമുണ്ടല്ലോ CBC ആയിട്ട് ഇരിക്കുമ്പോൾ. കുറച്ചാലും ഇരുന്നല്ല അങ്ങേര്. ഈ കാര്യങ്ങളൊന്നും പ്രൊഫസർ PJ കുര്യനോട് പറഞ്ഞിട്ടില്ല. ഞാൻ കുര്യനോട് ചെന്ന് പറഞ്ഞു എനിക്ക് പണം കിട്ടാനുള്ള തിരിച്ചു മേടിക്കാണ്ട് ഞാൻ കഥ പറഞ്ഞിട്ട് കാര്യമുണ്ട്. കഥ പറഞ്ഞ് പേടിക്കും അങ്ങേര്. അങ്ങനെ ഡെപ്യൂട്ടി ചെയർമാനാണ്. അങ്ങനെ ഏക്കേനോട് തന്ത്രത്തെ നിലയ്ക്ക് അവർ ഒരുമിച്ച് നെക്സ്റ്റ് ഡേ യാത്ര ചെയ്യുന്നുണ്ട്. ഞാൻ വിവരം പറയാൻ പറഞ്ഞു. അനിലിനെ തന്നെ വിളിച്ച് അനിൽ കൺഫേം ചെയ്തു. പിന്നെ ഏക്കേനോട് പറഞ്ഞില്ലെന്ന് ഞാൻ അന്വേഷിച്ചിട്ടില്ല. എനിക്ക് വൈദ്യുതി കിട്ടിയില്ല സമയത്ത്. ഞാൻ കംപ്ലൈന്റ് ആയിട്ട് നീങ്ങാൻ പോയപ്പോൾ PT തോമസ് പറഞ്ഞ് തടഞ്ഞ്. PJ കുര്യനോട് ഞാൻ സൂചിപ്പിക്കാൻ പരാതി കൊടുക്കും CBIക്ക്. എനിക്ക് പ്രതിയാവണതിന് വിരോധമൊന്നുമില്ല. കൊടുത്തവനും വാങ്ങിയവനും പ്രതിയാണ് ഇന്ത്യൻ നിയമത്തിൽ, ശിക്ഷാ നിയമത്തിൽ. ഓക്കെ. അല്ല, ഇക്കാര്യത്തിൽ ആരോപണമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനം, അതോ അവര് ഡിഫമേഷൻ കൊടുക്കുകയാണെങ്കിൽ പ്രതിരോധിക്കുന്നത് മാത്രമേ? ഞാൻ ഇന്നലെ പറഞ്ഞ എന്താണ്, ഇതിനകത്ത് ഇന്നവർക്ക് അറിയാന്ന് പറഞ്ഞു. അവർ നിഷേധിക്കലില്ല. ഞാൻ വെറുതെ പറഞ്ഞ ആരോപണമല്ലല്ലോ. അല്ല, നിഷേധിക്കുന്നുണ്ട്, അല്ലാണ്ട് നിഷേധിക്കുന്നുണ്ട്. പക്ഷെ താങ്കൾക്കെതിരെ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ വിറ്റ്നസ് നിഷേധിക്കണല്ലോ, മിഡിൽ ഇടപെട്ടവർ നിഷേധിക്കണം. PT തോമസ് മരിച്ചോണ്ട് ചോദിക്കാൻ വയ്യ എനിക്കിപ്പോ. അല്ല, ഇതിനകത്ത് വേറൊരു ആന്റോ എന്ന് പറയുന്ന ഒരാളുടെ പേര് താങ്കൾ പറഞ്ഞിരുന്നല്ലോ, ബാംഗ്ലൂർ. അതൊരു കർണാടകക്കാരൻ. ഇവര് 3 സിൻഡിക്കേറ്റാണ്. ജീവിച്ചിരിക്കുന്നുണ്ടോ അയാള്? ആള് ജീവിച്ചിരിക്കുന്നുണ്ട് കർണാടകയിൽ. ഈ ആന്റോയുടെ ഒക്കെ പേര്, വർഷങ്ങൾ പഴക്കമുള്ള ഒരു ആന്റോയുടെ പേരൊക്കെ എങ്ങനെയാണ് താങ്കൾക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്? എനിക്കെന്തോ ബുദ്ധിഭ്രമൊന്നുമില്ലല്ലോ. ഞാനങ്ങനെ ഓർത്തിരിക്കാണ്ടിരിക്കണ വളരെ സങ്കുചിതമായി കളിപ്പിച്ചൊരു കഥയല്ലേ. പിന്നെ ഞാൻ മറക്കുവോ? ഞാൻ ഡീൽ ചെയ്ത കഥയല്ലേ. ഈ CBI ഡയറക്ടറുടെ വീട്ടിലേക്ക് അനിൽ ആന്റണി തുടർച്ചയായി പോകാറുണ്ട് എന്നും അതിന്റെ രജിസ്റ്ററിൽ അനിൽ എന്ന് പറഞ്ഞ് അനിൽ അംബാനിയുടെ ഒപ്പിട്ടു എന്നാണ്. അന്ന് നിങ്ങൾ അന്നത്തെ ആ കാലഘട്ടത്തിൽ റെക്കോർഡുകൾ പരിശോധിക്കുക. 22 തവണ അനിൽ അംബാനി കണ്ടെന്ന് പറഞ്ഞ ആരോപണം വന്നെന്ന് സ്കോൾ സ്കാം നടക്കുമ്പോ നോക്ക്. ഞാൻ പറയണല്ലോ, മീര റേഡിയോ ടേപ്പ് എടുക്ക്. എല്ലാം ലൈബ്രറികളിൽ ഇരിക്കുകയല്ലേ മീഡിയണ്ട. അല്ല, ഇക്കാര്യത്തിൽ ഇതിനകത്ത് നോക്ക്, വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആക്ഷേപം എന്ന് പറയുന്നത് പ്രതിരോധ ഫയൽ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വിറ്റു എന്നുള്ളതാണ്. അല്ല, അത് അവിടെ നിന്നാ പോരല്ലോ നന്ദകുമാർ. താങ്കൾ അന്വേഷിക്കട്ടെ. ഞാനല്ല അന്വേഷണ ഉദ്യോഗസ്ഥൻ. അന്വേഷിക്കട്ടെ, ഗവൺമെന്റ് അന്വേഷിക്കട്ടെ. അന്വേഷിക്കണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ എന്റെ പണത്തിന്റെ കാര്യം പറഞ്ഞ് അതിനിടയിൽ നടന്ന കച്ചവടങ്ങളും ഇതൊക്കെയാണെന്ന് പറഞ്ഞു. അല്ലാണ്ട് ഞാനെന്താ മാറ്റി പറഞ്ഞത്? ഞാനെന്താ തെറ്റ് ചെയ്തേക്കണം? ന്യായമായ കാര്യം ഞാൻ പറഞ്ഞു, നടന്ന കാര്യങ്ങൾ പറഞ്ഞു. ഇയാൾ ക്രെഡിബിൾ അല്ലെന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞുള്ളൂ. ഇയാൾ ഇന്നലെ വലിയ പ്രസംഗം നടത്തണ കണ്ട് ഇന്ത്യ നന്നാക്കും, എല്ലാം നന്നാക്കും. ഇങ്ങനെയുള്ള ആളാണ് ഇന്ത്യ നന്നാക്കാൻ. നമ്മളെ കോൺസ്റ്റിറ്റ്യൂൻസി നന്നാക്കാൻ പറ്റൂലല്ലോ. അങ്ങേരല്ലേ പറഞ്ഞത്. അദ്ദേഹം ഔട്ട്ഡേറ്റഡ് ആയി തന്റെ പിതാവ് എന്ന് പറഞ്ഞു, പട്ടിയുമായിട്ട് ഉപമിച്ചു, അങ്ങനെയൊക്കെ. അതൊക്കെ ഞാനല്ലല്ലോ ചെയ്തത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആളുകളോടുള്ള പെരുമാറ്റത്തിന്റെ ലെങ്ത്തും രീതിയും മനസ്സിലായില്ലേ? സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണം, ആളുകളെ ബഹുമാനിച്ച് സംസാരിക്കണം, എതിരാളിയാണെങ്കിൽ പോലും. അതാണ് ഞാൻ ചോദിക്കുന്നത്, കോൺഗ്രസിന് വേണ്ടിയിട്ടാണോ ഈ കൊട്ടേഷൻ, അതോ CPM വേണ്ടി? എനിക്കൊരു കൊട്ടേഷനും ഇല്ല, എനിക്കൊരു പാർട്ടിയായിട്ടും ബന്ധമില്ല മിസ്റ്റർ. ഞാൻ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പോകണം? ഇനി എന്തെങ്കിലും കൂടുതലുണ്ടോ? ശരി നന്ദകുമാർ, വളരെ നന്ദി സഹകരിച്ചതിന്. അനിൽ ആന്റണിക്കെതിരായ ദലാൽ നന്ദകുമാറിന്റെ പരാതിയിൽ ഇടപെട്ടെന്ന് സമ്മതിച്ചിരിക്കുന്നു പ്രൊഫസർ PJ കുര്യൻ. നന്ദകുമാറിനായി ഇടപെട്ടിട്ടുണ്ട്. തുകയും നിയമനകാര്യവും അറിഞ്ഞിട്ടില്ല എന്നും കുര്യൻ പറയുന്നു. അങ്ങനെ തുകയുടെ കാര്യമോ അങ്ങനെ നിയമനകാര്യം പറഞ്ഞിട്ടില്ല എന്ന് നന്ദകുമാറും പറയുന്നു.